പറഞ്ഞോ. സ്വാമി ശരണം. സാസ് കൊങ്കൺ പ്രാന്തിന്റെ കഴിഞ്ഞ 6 വർഷമായി നടത്തിവരുന്ന ഓൺലൈൻ അധ്യാത്മ രാമായണ പാരായണത്തിന്റെ 25ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ് ശ്രീറാം. എല്ലാ ദിവസത്തെയും പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി വായിക്കുന്നവരാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ നിയമാവലികളെല്ലാം അറിയാവുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പാരായണത്തിനകത്ത് ആയിട്ട് 5 പേരാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ എല്ലാം ഈ പാരായണത്തിന്റെ ഈ ഗ്രൂപ്പിന്റെ ആചാര്യനായ ശ്രീ രാജശേഖരൻ നായർജി, സാസ് മുള്ളുൺ. രണ്ടാമതായിട്ട് കൊങ്കൺ പ്രാന്ത് പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് നായർജി ഫ്രം സാസ് ദീൻദോഷി. മൂന്നാമതായിട്ട് ശ്രീമതി സുജ സുനിൽ ഫ്രം ട്രിവാൻഡ്രം. 4 ശ്രീ അനിൽകുമാർജി ഫ്രം കോട്ടയം. 5ാമതായിട്ട് ശ്രീമതി ഗീത പിള്ളേജി ഫ്രം സാസ് പൂനെ. എല്ലാവർക്കും ഇന്നത്തെ പാരായണത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നേരത്തെ തന്നെ ഗിരീഷ് നായർജി പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ പന്തളത്തെ തമ്പുരാൻ, അതായത് അയ്യപ്പ സ്വാമിയുടെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ് ഇന്ന് നമ്മുടെ ഈ പാരായണത്തിലേക്ക് വരുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓരോരോ തിരക്കുകളായിരിക്കാമെന്നറിയാം. ഇന്ന് ഞായറാഴ്ചയാണ്, മിക്ക സ്ഥലത്തും രാമായണ പാരായണങ്ങളുണ്ട്. എന്നാൽ പോലും ഇത്രയും വലിയൊരു മഹത് വ്യക്തി, ഭഗവാന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആള് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇന്ന് വരുമ്പോൾ എല്ലാവരും കഴിയുന്നത്ര ആൾക്കാർ ജോയിൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം ആദ്യമായിട്ട് ഇനി എല്ലാ ദിവസത്തെയും പോലെ തന്നെ വായിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് മറ്റെല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. കാരണം ഒന്നിൽ കൂടുതൽ സിസ്റ്റം ഓണായി കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ വായിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. സ്വാമി ശരണം.
സ്വാമി ശരണം, സ്വാമി ശരണം. ശരണം. സ്വാമി ശരണം. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണയ്യപ്പൻ. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഉണ്ട്, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു മങ്ങലുണ്ട്. അതാണ്, ഇതാണെന്ന് ഞാൻ മനസ്സിലായില്ല. അത് ക്ലിയർ ആയിട്ടില്ല, അതാണ്. ഓ ശരി ശരി. ഞാന് അത് കുറച്ചു ദിവസമായി ഇപ്പം വേറെ ഫോണിലായിരുന്നു. ഇപ്പൊ ടാബിലാകാന്ന് വെച്ച് കയറുതാ, എല്ലാവരെയും കാണാമല്ലോ എന്ന് വിചാരിച്ച്. കുറച്ചുകൂടെ ഭേദമായി തോന്നുന്നു. കുറച്ചുകൂടി ക്ലിയർ ആയി, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. അതാണ് ബ്ലഡ് ഇമേജ് പോലെ ഒരു ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കട്ടെ. കുറച്ചുകൂടെ ഭേദമാണെന്ന് തോന്നുന്നു അല്ലേ? അതോ ഫ്രണ്ട് സൈഡിലേക്ക് ലൈറ്റ് കെട്ടിച്ച് നന്നായിരുന്നു. ഓക്കെ. മൊബൈൽ ചെയ്യാൻ പറ്റുമോ? മൊബൈലിൽ ഒന്ന് നോക്കട്ടെ, ഞാൻ മൊബൈൽ എടുക്കട്ടെ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ശരി ശരി. മൊബൈലിലാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് മതി, അത് മതി. അതെ അതെ, രണ്ടും കൂടെ പറ്റില്ല. ഞാൻ ഇത് ഡിവൈസ് ഇത് ഡിസ്കണക്ട് ചെയ്യാണ്. ശരി. ഓക്കെ. കേക്കോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യല്ലേ നല്ലത് ഗുരുജി? അല്ല, ഇപ്പൊ പോയി, ആളെ പോയി, അദ്ദേഹം പോയി. കണക്ട് ചെയ്ത് വരുള്ളൂ, റീകണക്ട് ചെയ്ത് വരുള്ളൂ. അതെ, മൊബൈല് കണക്ട് ചെയ്യണം തോന്നുന്നു. അതായത് ഇതിന്റെ ലെഫ്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കാര്യം ചെയ്യാം ഗുരുജി. പക്ഷെ നമുക്കറിയില്ല, എനിക്കറിയില്ല, പക്ഷെ ചെയ്യാൻ പറ്റും. അത് ഇതിപ്പോ ഇൻഡക്ഷൻ തന്നെ കയറ്റണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്തായാലും ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കട്ട് ചെയ്ത് ചെയ്താൽ അത് കണ്ടിന്യൂറ്റി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്. റിക്വസ്റ്റ് എല്ലാവരും മാനിക്കുന്നതാണ് അതിന്റെ തെളിവ്. ഗരീഷിയുടെ മാത്രമല്ല, എല്ലാവരുടെയും. വൈഫൈ ഈ സ്ഥലത്ത് കിട്ടുന്നില്ല, കുറച്ച് വേറെ സ്ഥലത്ത്. ഇപ്പൊ നോക്കി വരുമ്പോഴേക്കും നോക്കി വന്നു പോയാൽ വീണ്ടും സമയം പോകും. ലാപ്ടോപ്പ് ക്ലിയർ ആയിരുന്നു, പക്ഷെ ലാപ്ടോപ്പിനകത്ത് പ്രോബ്ലം.
എത്തിയിട്ടുണ്ട്. ഇല്ല വന്നിട്ടില്ല. അദ്ദേഹം എത്തിയിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. ഫോണിൽ ക്ലിയർ ആയി. ഓക്കെ, കേൾക്കാൻ പറ്റുമോ ഞാൻ പറയുന്നത്? കേൾക്കാം. കേൾക്കാൻ പറ്റും. സ്വാമി ശരണം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പം ഞാൻ 5 മിനിറ്റ് എന്നാൽ ഞാൻ എന്റെ സന്ദേശം രാമായണത്തെ കുറിച്ചുള്ളതാകാം. എല്ലാവരും ഇപ്പം പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണോ? രാമായണ വായന ഒക്കെ കഴിഞ്ഞോ? ഇല്ല സർ, ഇല്ല, തുടങ്ങിയിട്ടില്ല. ഓ ശരി. സേവാ സമാജം കോങ്കൺ പ്രാന്ത് എല്ലാ വർഷവും നടത്തിവരുന്ന ഈ രാമായണ പാരായണം ഇപ്പോൾ 6ാം വർഷമാണ്. ഈ 6ാം വർഷത്തെ രാമായണ പാരായണം ഏതാണ്ട് ഈ രാമായണ മാസം കഴിയാറായിരിക്കുന്നു. അതിൽ നമ്മുടെ കൂടെ തന്നെ ശബരിമലയിലെ പന്തളം രാജകുടുംബത്തിന്റെ പ്രതിനിധി ആയിട്ടുള്ള പുനർദം തിരുനാൾ ശ്രീ നാരായണവർമ്മ ജി നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യം തന്നെ സാസ് കൊങ്കൺ പ്രാന്ത് ശബരിമല അയ്യപ്പ സേവാ സമാജം കൊങ്കൺ പ്രാന്തിന്റെയും അതുപോലെ ഇന്ന് ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ പാരായണം ചെയ്യുന്നവരും പാരായണം കേൾക്കുന്നവരും ഇവിടെയും കൂടെ ഇന്ന് ആദ്യമായിട്ട് ഈ ഇതിൽ ജോയിൻ ചെയ്ത ശ്രീ നാരായണവർമ്മ പുനർദം തിരുനാൾ നാരായണവർമ്മയ്ക്ക് സ്വാഗതം നേരുന്നു. അധികം സമയം എനിക്കില്ലാത്ത സ്ഥിതിക്ക് രാമായണത്തെ കുറിച്ച് കുറച്ച് പറഞ്ഞ് ഞങ്ങളെ ധരിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന്. സ്വാമിയെ ശരണമയ്യപ്പ. ആദ്യം തന്നെ ഇങ്ങനെ നമ്മുടെ സാസിന്റെ കൊങ്കൺ പ്രാന്തിന്റെ ഈ ഒരു പരിപാടിയിൽ രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള ഇങ്ങനെയുള്ള ഈ സത്സംഗ വേദിയിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അങ്ങേയറ്റത്തെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ അയ്യപ്പസ്വാമിയും ശ്രീരാമസ്വാമിയും അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങനെ കുറച്ച് തിരക്കുള്ള സമയവും എനിക്ക് നമ്മുടെ കുടുംബത്തിലുണ്ടായ ഒരു ആശൂല നിമിത്തം നിങ്ങളോട് നേരത്തെ യോജിക്കേണ്ടതായിരുന്നു. നിങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെയാണ് അത് കഴിഞ്ഞത്, അശുദ്ധി കഴിഞ്ഞത്. അപ്പൊ കുറച്ചു വൈകി. നമ്മുടെ രാമായണ മാസം തുടങ്ങി 25 ദിവസമായി ഇന്ന്. അപ്പോൾ കുറച്ചു വൈകിയെങ്കിലും എനിക്ക് നിങ്ങളോടൊപ്പം ഒരു കുറച്ചു സമയം ചിലവഴിക്കുവാനും ഭഗവാന്റെ ഈ കഥകളിൽ കൂടെ പോകുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ഭഗവാന്റെ ഒരു നിയോഗം പോലെ ഞാനത് ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതില് നിങ്ങളെ അധികാരികളായ ശ്രീ ഗിരീഷ് ജി, അതുപോലെ ഡോക്ടർ ജി, എല്ലാവരോടും ഞാൻ അങ്ങേയറ്റത്തെ കടപ്പെട്ടിരിക്കുന്നു. സ്വാമി ശരണം. ഞാൻ ഇന്ന് നമുക്കറിയാം രാമായണം മാസം എല്ലാവർക്കും, നമ്മളെ മലയാളികളായ എല്ലാവർക്കും, മലയാളികളല്ല ലോകത്തിലെ എല്ലായിടവും തന്നെ രാമായണത്തെ കുറിച്ച് നമുക്കറിയാം. പ്രത്യേകിച്ചും ഞാൻ അതിലൊരു കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും രാമായണത്തിന്റെ കഥകളും രാമായണത്തിന്റെ തത്വങ്ങളും ശ്രീരാമചന്ദ്രന്റെ സീതാദേവിയുടെയും ഹനുമാന്റെയും എല്ലാം അറിയാം. പക്ഷെ നമ്മൾ കൂടുതൽ മലയാളികൾ കൂടുതലും രാമായണം, വാൽമീകി രാമായണത്തിനേക്കാളും കൂടുതൽ, മൂലത്തിലും കൂടുതൽ നമ്മൾ സ്ഥിരം പാരായണം ചെയ്യുന്നത് നമ്മുടെ തുഞ്ചത്താചാര്യന്റെ രാമായണമാണ്. നമുക്കറിയാം, നമ്മൾ കർക്കിടക മാസത്തിലാണ് അതിന് കൂടുതൽ പ്രാധാന്യത്തോടെ, അതൊരു കഴിഞ്ഞ കുറെ കാലം നമ്മുടെ ഈ പതിവ് ഇല്ലായിരുന്നു. നമുക്കറിയാം
കേരളത്തില് വിശാല ഹിന്ദു സമ്മേളനം 1984 എന്റെ ഓർമ്മ. അതിനുശേഷമാണ് നമ്മൾ ഒരു പരമേശ്വർജി അദ്ദേഹം ഒക്കെ കൂടെ ചേർന്നാണ്, മാധവജി എല്ലാവരും കൂടി ചേർന്നാണ് വീണ്ടും നമ്മുടെ കേരളത്തില് രാമായണ മാസം എല്ലാ കുടുംബങ്ങളിലും, എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും അതൊരു ഒരു മാസത്തെ ഒരു വ്രതമായിട്ട് തന്നെ ആചരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ, മലയാളികളുള്ള ലോകം മുഴുവൻ തന്നെ നമ്മൾ ശ്രീരാമചന്ദ്രന്റെ ആ കഥ നമ്മൾ എന്നും വായിച്ച് പാരായണം ചെയ്ത് 32 ദിവസം ഒരു ഓർഡർ വെച്ച് നമ്മളിപ്പോ പാരായണം ചെയ്യുന്നുണ്ട്. രാമായണം തന്നെ എന്താണെന്ന് നമുക്കറിയാം. രാമന്റെ അയനം, രാമന്റെ ജീവിതയാത്ര തന്നെയാണ്, ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതയാത്രയാണ് നമ്മൾ രാമായണമായിട്ട് തുഞ്ചത്ത് ആചാര്യൻ 7 കാണ്ഡങ്ങളായിട്ടാണ് നമ്മൾക്കത്, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ എന്നെ ഏറ്റവും രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ കുറച്ച് മുഹൂർത്തങ്ങളുണ്ട്. അതിൽ എന്നെ സ്വാധീനിച്ചത് 2 ശരിക്ക് നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അയോധ്യാകാണ്ഡത്തില് നമ്മുടെ ലക്ഷ്മണ ഉപദേശം, ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ തത്വങ്ങളും അതുപോലെ തന്നെ ആത്മജ്ഞാനവും ഇതെല്ലാം ഉയർത്തുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഭഗവത്ഗീതയുടെ തത്വങ്ങൾ തന്നെ ഉള്ള ഒരു ഭാഗമാണത്. ലക്ഷ്മണൻ അത്ര അഭിഷേകം നടക്കാതിരിക്കുമ്പോൾ രാമന്റെ അഭിഷേകം മാറ്റിവെച്ചു എന്നറിയുമ്പോഴുള്ള ക്രോധം കൊണ്ട് അന്ധനായി തീർന്ന ലക്ഷ്മണൻ, ആ ലക്ഷ്മണനെ ശാന്തനാക്കുന്ന ഏറ്റവും ഒരു മനോഹരമായ തത്വങ്ങൾ അടങ്ങിയ ആ ഒരു ഭാഗം നമുക്കെല്ലാം തന്നെ രാമായണത്തിലെ പാരായണം ചെയ്യുന്നവർക്കെല്ലാം തന്നെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് എക്കാലവും അത് നിൽക്കുന്നുണ്ട്, അതിന്റെ സ്വാധീനം. പ്രത്യേകിച്ചും അതിൽ പറയുന്നത് വത്സ സൗമിത്രേ എന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ട്, കാരണം ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന, ആ വളരെയധികം ക്രൂർത്ഥനായിരിക്കുന്ന ലക്ഷ്മണനോട് രാമൻ വത്സ, ഒരു ഗുരു വിളിക്കുന്നത് പോലെ വത്സ സൗമിത്രേ, ആ സൗമിത്രേ അത്ര ആ ഒരു സ്നേഹത്തോടുള്ള വിളിയിൽ പോലും ആ ലക്ഷ്മണന്റെ എല്ലാ ക്രോധവും അടങ്ങി. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? ശരിക്ക് ഇതൊന്നും ശാശ്വതമല്ല. നമ്മൾ ഈ കാണുന്നതെല്ലാം എന്താണ്, ഒരു മായ പോലതേ ഉള്ളൂ, അതൊന്നും ശാശ്വതമല്ല. ആ ഒരു ആത്മജ്ഞാനം ഉപദേശിക്കുന്ന ഒരു ഭാഗം ആണ് അത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു രാമായണത്തിലെ ഏറ്റവും ഒരു മുഹൂർത്തമാണ് അത്. അതുകൂടാതെ തന്നെ സുമിത്രയുടെ വാക്യങ്ങൾ, ഇവര് വനവാസത്തിനായിട്ട് പോകുവാൻ രാമനും ലക്ഷ്മണനും സീതയും പോകുന്ന സമയത്ത് ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് രാമായണത്തിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യ മടവീം വിദ്ധി ഗച്ഛതാഥ യഥാസുഖം. അത് ഏറ്റവും പ്രധാനമാണ്. ആ സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്, നീ കാട്ടിൽ പോയി കഴിഞ്ഞാൽ രാമനെ ദശരഥനെ പോലെ, സ്വന്തം പിതാവിനെ പോലെ ശുശ്രൂഷിക്കണം, കൂടെ എപ്പോഴും ഉണ്ടാകണം. അതുപോലെ തന്നെ സീതയെ അമ്മയെ പോലെ, എന്നെ പോലെ, സുമിത്രയെ പോലെ തന്നെ ബഹുമാനിച്ച് സംരക്ഷിക്കണം. അടവി, അതായത് വനം അയോധ്യ പോലെ കണക്കാക്കി നീ അതിന്റെ സംരക്ഷണം, അതിന്റെ ധർമ്മ മാർഗത്തിലൂടെ അതിനെ സംരക്ഷിക്കണം. ഈ ഒരു ഉപദേശമാണ് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ശ്ലോകമാണ്. ഇതെല്ലാം നമുക്കറിയാം, നമ്മുടെ പഴയ ഇതെല്ലാം വായിക്കുന്നവർക്ക്, സ്ഥിരം വായിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാം, ഞാൻ പറയാതെ തന്നെ. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു എന്റെ ടച്ച് ചെയ്ത ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ലക്ഷ്മണനോടുള്ള ഉപദേശവും അതുപോലെ സുമിത്ര ലക്ഷ്മണന് നൽകുന്ന ഉപദേശവും. ഇത് കൂടാതെ നമുക്കറിയാം രാമായണത്തിൽ തന്നെ യോഗവാസിഷ്ടം എന്നൊരു ഭാഗമുണ്ട്. രാമായണത്തിന്റെ ഇതിനോട് കൂടിയുള്ളതല്ല, എങ്കിൽ തന്നെയും അത് ബന്ധപ്പെട്ടതാണ്. കാരണം ആ ബാലകാന്ഡത്തിൽ തന്നെ വിശ്വാമിത്രന്റെ യാഗം സംരക്ഷിക്കുവാനായിട്ട് വിശ്വാമിത്ര മുനി വിളിച്ചിട്ട് വസിഷ്ഠനോട് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. രാജഗുരുവായ വസിഷ്ഠനോട് രാമനെ യോഗവാസിഷ്ടം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ആ യോഗവാസിഷ്ടം അത് വസിഷ്ഠ രാമായണം എന്നും നമ്മൾ പറയാറുണ്ട്. അത് അത്ര കോമൺ അല്ല. സംസ്കൃതത്തിൽ വളരെ വിശാലമായ ഒരു ബുക്കാണ്. ഒത്തിരി ആത്മജ്ഞാനം നമുക്ക് എങ്ങനെ ഉണ്ടാകും, രാമന് ആത്മജ്ഞാനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉപദേശമായിട്ടാണ് ഈ യോഗവാസിഷ്ടമുള്ളത്. അത് വളരെയധികം എന്ന് വെച്ചാൽ ഒത്തിരി തത്വങ്ങൾ അടങ്ങിയതാണ്. എങ്ങനെ നമുക്ക് ആത്മജ്ഞാനം നേടാം,
അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ആത്മജ്ഞാനത്തിന് 2 മാർഗമാണ് ഉള്ളത്. അത് വളരെ വിശദമായിട്ട് ഒന്ന് നമ്മൾ ജ്ഞാനമാർഗമുണ്ട്, അതുപോലെ നമ്മൾ മനോനിയന്ത്രണം. മനസ്സാണ് എല്ലാത്തിനും, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സ് ആണ് മായ കൊണ്ട് നമ്മളെ എല്ലാത്തിലും ഭ്രമിപ്പിക്കുന്നത്. അപ്പം അത് മാറ്റുക. അതുപോലെ തന്നെ ജ്ഞാനത്തിലൂടെ എല്ലാം ആ ഒരു ആത്മജ്ഞാനം ഉണ്ടാക്കുന്ന ആ ഒരു തത്വങ്ങള്, അത് ഈ യോഗവാസിഷ്ഠത്തില് ശ്രീരാമനെ കുട്ടിക്കാലത്ത് തന്നെ, അദ്ദേഹം ബാലനായിരിക്കുമ്പോൾ തന്നെ വസിഷ്ഠൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ യാഗരക്ഷയ്ക്കൊക്കെ ആയിട്ട് വനത്തിലേക്ക് പോകുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാം ധർമ്മം പറയുന്നുണ്ട്. ധർമ്മത്തിന്റെ ശരിക്കും ഒരു വിഗ്രഹം തന്നെയാണ് ശ്രീരാമൻ. എല്ലാം കൊണ്ടും എല്ലാ ത്യാഗത്തിന്റെയും, അതുപോലെ നമ്മുടെ പറയുകയാണെങ്കിൽ എന്നും ഈ രാമായണത്തിന്റെ പ്രസക്തി ലോകമുള്ളിടത്തോളം കാലം നമ്മുടെ സമൂഹത്തിലും സമാജത്തിലും രാമായണത്തിന്റെ പ്രസക്തി എന്നും ഉണ്ടാവും. നമുക്ക് പറയുകയാണെങ്കിൽ അയ്യപ്പസ്വാമിയുമായിട്ടും ഒന്ന് കണക്ട് ചെയ്യാം. ഈ രാമനെ കാട്ടിൽ വിടുന്നതിന് കൈകേയി രാമനോട് വളരെ സ്നേഹമുള്ള അമ്മയായിരുന്നു. പക്ഷെ മന്ധര വന്നിട്ട് ആണ് ഈ രാമനെ കാട്ടിൽ വിടുന്നതിന് വേണ്ടി നമ്മുടെ ദശരഥനോട് പണ്ട് നൽകിയിരുന്ന വരം ചോദിക്കുകയും, അങ്ങനെ നമ്മുടെ മന്ധരയുടെ ആ ഒരു ബുദ്ധി കൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രന് വനവാസത്തിനുള്ള ഒരു യോഗം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പസ്വാമിക്കും അതുപോലെ തന്നെ ഉണ്ട്. നമ്മുടെ മന്ത്രിമാരുടെ ആ ഒരു കുബുദ്ധി കൊണ്ടാണ് കാട്ടിൽ പുലിപ്പാലിന് വിടുന്നത്. അപ്പം അവരുടെയൊക്കെ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാനാണ് ശരിക്ക് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം കണക്റ്റഡ് ആണ് ഇങ്ങനെയുള്ള തത്വങ്ങൾ. തീർച്ചയായിട്ടും ഈ രാമായണത്തിന്റെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പറയുകയാണെങ്കിൽ കർക്കിടക മാസത്തിലാണ് കൂടുതലും വരുന്നത്. കർക്കിടക മാസം നമുക്കറിയാം, നമ്മുടെ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് എത്തുന്ന സമയമാണ്. കേരളത്തിൽ നല്ല മഴയും കാര്യങ്ങളും ഉണ്ട്. പണ്ടുള്ളവര് ഒന്നിനും പുറത്തു പോകാൻ പറ്റാത്ത സമയത്താണ് ഈ കഷ്ടകാലത്ത് നമ്മളെ കഷ്ടകാലം മാറുവാനാണ് പണ്ടൊക്കെ നമ്മൾ രാമായണം വീടുകളിൽ ഇങ്ങനെ വായിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്നും അങ്ങനെ തന്നെയാണ്. മഴക്കാലത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്തും എന്നാലും അതിന്റെ ഒരു പ്രസക്തി നമ്മുടെ കേരളത്തിലുണ്ട്. മാത്രമല്ല, നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് സുന്ദരകാന്ഡം വായിക്കാം. ദിവസവും സുന്ദരകാന്ഡം വായിച്ചു കഴിഞ്ഞാൽ സുന്ദരകാന്ഡത്തിലുള്ള ആ പദാവലികള് അത് എത്രയാണ് മലയാളത്തില് ശരിക്കും പറയുകയാണെങ്കിൽ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സുന്ദരകാന്ഡം ദിവസവും പാരായണം ചെയ്താൽ മതി. അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഹനുമാന്റെ കാര്യങ്ങൾ, ഹനുമാന്റെ ദൃഢനിശ്ചയം, ഹനുമാൻ എങ്ങനെ സീതയെ കാണാൻ പോകുന്നു, നമ്മള് സമുദ്രതരണവും അതൊക്കെ, അതുപോലെ ആ വഴിക്ക് നമ്മള് വന്ന തടസ്സങ്ങളെല്ലാം മാറ്റി സ്വന്തം ബുദ്ധി കൊണ്ട് ലങ്കയിലെത്തി സീതാദേവിയുടെ അടുത്തെത്തുന്നതും, അതുപോലെ അത് ദൗത്യം കഴിഞ്ഞ് പൂർത്തീകരിച്ച് ലങ്കയെ അഗ്നി കൊണ്ട് നശിപ്പിച്ച ശേഷം തിരിച്ചെത്തുന്നത് വരെയുള്ള ആ ഭാഗങ്ങളും, അതൊക്കെ ആ എഴുത്തച്ഛന്റെ രാമായണത്തിലെ, നമ്മുടെ ആധ്യാത്മിക രാമായണത്തിലെ ഏറ്റവും പ്രധാനവും സുന്ദരവുമായുള്ള ഭാഗമാണ്. സാധാരണ രീതിയിൽ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അതിന്റെ ഒരു ഭാഗം. ഈ കേരളത്തില് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂട്ടി വായിച്ച് ദിവസവും ചൊല്ലാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോഴുള്ള നമ്മുടെ ഇവിടുത്തെ സിലബസുകളിലൊന്നും ഇങ്ങനെയുള്ളതൊന്നും ഇല്ല. ശരിക്ക് ഒരു തത്വമുള്ളതോ നമ്മുടെ ഭാരതീയമായ രീതിയിലുള്ള ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഒന്നും വേണ്ട രീതിയിലൊന്നും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയോ അടുത്ത ജനറേഷനുള്ള ഒരു തത്വം കൊടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ കൂടെ, കുടുംബങ്ങളിൽ കൂടി മാത്രമേ നമ്മുടെ വീടുകളിലാണ് ശരിക്കും മാതൃകയായിട്ട് മുന്നോട്ട് പോകേണ്ടത്. കുറെയൊക്കെ ഇപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അത് നമ്മുടെ അയ്യപ്പ സേവാ സമാജവും ശബരിമല അയ്യപ്പ സേവാ സമാജവും മറ്റ് ഹിന്ദു സംഘടനകളെല്ലാം അതിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നമ്മുടെ അടുത്ത വരുന്ന ജനറേഷൻ, ഇപ്പോൾ അറിയാം, ഇവിടെ കേരളത്തിലാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. കുട്ടികളെ എന്നും പത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തെല്ലാം അപകടങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്നും മദ്യവും എല്ലാം തന്നെ യുവജനങ്ങളിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മാറ്റുന്നതിനും ആധ്യാത്മികമായിട്ടുള്ള ആ തത്വങ്ങളും നമ്മുടെ ഭൗതികതയിൽ നിന്ന് ഉയർന്ന് ആധ്യാത്മിക തലത്തിൽ ഒരു ഉയർച്ചയ്ക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു മാതൃകയാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ അതും നമ്മുടെ ഒരു ഉദ്ദേശമായിരിക്കണം. നമ്മുടെ ഈ രാമായണത്തിന്റെയും അതുപോലെ ഭാഗവതവും ഭാരതവും എല്ലാം പുരാണങ്ങൾ പഠിക്കുമ്പോൾ ആ തത്വങ്ങൾ മനസ്സിലാക്കി അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കുവാൻ പാകത്തിന്
നമ്മുടെ കുട്ടികൾക്ക് ഈ അറിവുകളൊന്നുമില്ല. നമ്മുടെ പുരാണത്തെക്കുറിച്ച് നമ്മുടെ ആൾക്കാർക്കാണ് അറിവില്ലാത്തത്. മറ്റു മതസ്ഥർക്ക് അവരുടേതായ പുരാണങ്ങളും അവരുടേതായ മതഗ്രന്ഥങ്ങളിലും ഒക്കെ നല്ല ജ്ഞാനമുണ്ട്. നമ്മുടെ കുട്ടികളുടെ അടുത്ത് അത് തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്കറിയില്ല എന്താണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ, നമ്മുടെ തത്വങ്ങൾ എന്താണ്. പക്ഷെ മറ്റുള്ള കുട്ടികൾക്ക് അത് നല്ലോണം അറിയാം, മറ്റു മതസ്ഥരുടെ. അപ്പൊ ആ ദുര്യോഗം മാറണം. നമ്മുടെ കുട്ടികൾക്കും ഇതെല്ലാം മനസ്സിലാക്കുവാനും നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അതിലൊരു ധാരണയുണ്ടാകണം. ഇപ്പം പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ എനിക്കറിയാം. എൻ്റെ കുടുംബങ്ങളിലൊക്കെ അമ്മൂമ്മമാരും മുത്തശ്ശന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു തരും. സന്ധ്യയ്ക്ക് നാമജപിക്കും, ഒരുമിച്ചിരുന്ന് നാമജപം. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. അത് ആ സത്സംഗം തുടർന്ന് പോവാം. നമ്മൾ ഈ കർക്കിടക മാസം മാത്രമാകണമെന്നില്ല, അല്ലാത്ത സമയങ്ങളിലും ഈ സത്സംഗം മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലമായി. അയ്യപ്പ വ്രതം എടുക്കുവാനും ശബരിമലയിൽ പോവാനുള്ള സമയമായി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി അടുത്തു വരുന്ന തലമുറയ്ക്കും ഒരു മാതൃകയാക്കുവാൻ നമ്മൾക്ക് കഴിയണം. അതായിരിക്കണം നമ്മൾ രാമായണ മാസം ചെയ്യുന്നത് പോലെ അതും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് എനിക്കൊരു സന്ദേശം പറയാൻ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഇത്രയും ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. എല്ലാവരെയും ഞാൻ ശബരിമലയ്ക്ക് വരുമ്പോൾ പന്തളത്തേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യുന്നു. ഭഗവാന്റെ തിരുവാഭരണങ്ങളെല്ലാം ദർശനം നടത്തി നിങ്ങൾക്ക് എത്താൻ പറ്റുമ്പോൾ എത്തുക. ഞാൻ അതും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ പറഞ്ഞുകൊണ്ട് ഞാൻ നീങ്ങുകയാണ്. എനിക്ക് ഇന്നൊരു പ്രോഗ്രാമും കൂടി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ വിടവാങ്ങാൻ ഒന്ന് അനുവദിക്കണമെന്ന് ഞാൻ മാത്രം അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. നമ്മുടെ ഈ രാമായണ പാരായണത്തില് പന്തളരാജ പ്രതിനിധിയായിട്ടുള്ള ശ്രീ നാരായണ വർമ്മ പങ്കെടുത്തത് നമുക്ക് വളരെ ഒരു ഭാഗ്യമായിട്ട്, കൊങ്കൺ പ്രാന്തത്തിന്റെ കൂടാതെ തന്നെ രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വളരെ നന്ദിയുണ്ട്, സന്തോഷം. സ്വാമിയെ ശരണയ്യപ്പ. ശരണമയ്യപ്പ, ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി ശരണം. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണം. അങ്ങനെ തമ്പുരാൻ വന്നു, നമുക്ക് എല്ലാ ആശീർവാദവും അനുഗ്രഹങ്ങളും തന്നു, വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. സനാതന ധർമ്മത്തിന്റെ പ്രചരണാർത്ഥം നമുക്ക് ഈ കാര്യപരിപാടി മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകണം എന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം നമുക്ക് അനുസരിക്കാം. അപ്പോ ഇന്നത്തെ പാരായണം തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ശ്രീ രാജശേഖരൻ നായർജി ഫ്രം സാസ് മുള്ളൻ. സ്വാഗതം. ഓം സഹനാവതു സഹനോ ഭുനക്തോ സഹ വീര്യം കരഭാവഹൈ തേജസ്വിനാം വിദ്യുതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വിഘ്നേശ്വരം വിഘ്നശാന്തേ വാണീ വാച പ്രവർത്തേ ഗുരുർഗുഹാർത്ഥപാദായ പ്രണമാമി പുനഃ പുനഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി.
കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം സാനന്ദരൂപം സകലം പ്രവൃത്തിം പാരിജാതം മനുഷ്യപത്മേശ്വര വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യവാദം ജനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സേതുബന്ധനം തുടർച്ച. ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുവേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതോ ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാരതോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരം ജാലപരിച ശതഗ്നി സമന്വിതം പ്രാസാദമൂർധനി വിസ്തീർണ ദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിശങ്കുലേ രത്നദണ്ഡാദപത്രൈരശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ട് വീച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായ ഒരു ശുകാസുരൻ തന്നെ വിരവോടയക്കും മണിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്കാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. രാവണ സുഖ സംവാദം. പന്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു വിളിച്ച വിമാന വിരോധം വരുത്തിയാരോധവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടോ. രാത്രിയേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ സിന്ധു തന്നുത്തരതീരോപരി ചെന്നൊരാന്തരമിനിയെ ഞാൻ തവവാക്യങ്ങൾ തൊന്ന നേരത്തവൻ എന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭു പാഹി പാഹിതി. ഞാൻ രാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിനാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാൽ അതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനനുജ്ഞയാസാദരം. പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഉഴറിച്ചും ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നതിരുന്നു കൊണ്ടു ഭവാൻ. പോരും അതിന് ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുക ശുനി. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുന്നു. ഉള്ളിൽ വന്നിങ്ങു പൊക്കൊരു രോഷവും ആശു തീർത്തിടുവൻ. നത്തഞ്ചര കുലശ്രേഷ്ഠൻ പുറപ്പെടുക ശുനി എന്നരുളെ ചെയ്തിരുന്നരുളിയിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭു കവിപുങ്കവ
ഉപപാലിതം. പർവ്വത സന്നിഭന്മാരായ വാനര കുലുങ്ങവേ ഗർജനവും ചെയ്ത് സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതംവരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി വന്യനന്ദനൻ അംഗദനാകുമിളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചകൽക്കാമ സമപ്രഭൻ. വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനനദ്രിശൃംഗോപമൻ പാർശ്വസേന്നി നിൽക്കുന്നതു വാദജൻ പുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവദനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനിതും ബോധമേറും വിശ്വകർമാഹുതൻ മകൻ താരൻ വനസൻ കുമുദൻ വിനിതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാഹിയ കേസരി ശൂരനായിടും പ്രമാധിശതബലിയും സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ രതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടി ഉണ്ടെന്നുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക 21 വെള്ളം പടയുമുള്ളതവർക്കെല്ലാം വാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മനുഷ്യനല്ല അതിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ വഴി പോലെ വൈര്യം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നോർത്ത നീ മനസ്സേ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമായി ഭരിക്കും എല്ലാവരും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി മാംസമേതാസ്തി മൂത്രഫലങ്ങളാൽ തമ്മേമതി ദുർഗന്ധമെത്രയും ഞാൻ എന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ ഹന്ത ജഡാത്മകമായ കായത്തിങ്കലെന്തരാർത്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നു കൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനിന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്തേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമൂഹന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകി ആത്മാവ് നിർമ്മലനപ്രിയൻ ആത്മാത്മനാ കണ്ടു തെളികി. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കടഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൻ.
പിന്നെയുണ്ടാകുമോ ലോകത്തിലാഗ്രഹം? ധന്യനായുള്ളവനവർക്ക് മഹാമതിയെയും പൗരസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതപോധരൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ? ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ, രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാപരണദ്വയൻ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്കനീ. സർവഭാവങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലുള്ളൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു, നല്ല ജനത്തോട് ചോദിച്ചു കൊൾകടോ. രാമേരി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുധം രക്ഷാനിപുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ, മുക്തി പന്നീടും അതിനില്ല സംശയം. ഇത്തം ശ്രുതവാക്യജ്ഞാനനാശനം ശ്രുത്വാശാസ്യനം ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും സുഖെന്നു തോന്നുമാത്യന്തരോഷേണ നോക്കിയിടാൻ. വൃത്യനായുള്ള നീയാചാര്യനെ പോലെ നിസ്ത്രഭം ശിക്ഷ ചെയ്യിച്ചൊള്ളുവാൻ എന്തു കാരണം? പണ്ടു നീ ചെയ്തൊരുപകാരം ഓർക്കയാൽ ഉണ്ടുകാരമെനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ. മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൊക്കിരുന്നേടിനാൻ. ശുഗന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാ ശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രാധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാദികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി വരും മരുവും ദശാന്തരേ. നിർജ്ജര വൈരികുല ശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ട നിശാചരൻ എന്തോന്നു നല്ലോ സുഖാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗ. കുംഭോത്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംഭൂജിതനാമഗസ്ത്യതപോധനൻ സംബോധനാർത്ഥം നിമന്ത്രിതനാകയാൽ. സ്നാതും ഗതേ മുനോ കുംഭോത്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദംശ്രാസുരൻ. ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്യുതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമെന്നു നമുക്കിടോ. ചാകമാംസം വേണമല്ലോ കരി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ. ശുഗൻ പത്നിയോടും ദദാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൽ. മധ്യേ ശുഗപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോട് തത്രൈവ വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവാജ്ഞയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗൻ ശപിച്ചിരുന്നു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം? മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിന് കോപിച്ചു ശപിച്ചതും എന്നോട് ദുഷ്കർമ്മം എന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞത് നീ സഖേ, നന്ദവൃത്താന്തമിതെന്നോട് ചൊല്ലണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തമിതെന്നോട് ചൊല്ലണം. എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാ
ആശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇത് ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസ സമന്വിതം വേണമെന്നഞ്ചസാ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുഭോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കൊണ്ടു കണ്ടരളവ് ഉൾത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരാ വയംബദ യമിനി സഞ്ചാരികൾ ഇതു ചെയ്തതു നിർണയം. ഞാനുമതിമൂഢനായി ചമഞ്ഞേൻ ബലാൽ ഊനം വരാവിധിതൻ മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം, സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചു കൊള്ളും ദൃഢം. രാവണ ഭൃത്യനായി നീയും വരും ചിരം, കേവലം നീ അവനിഷ്ടനായും. രാഘവൻ വാനരസേനയുമായി ചെന്നു രാകുലമെന്നിയെ ലങ്കാപുരാന്തികേ. നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനൻ. അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാന്റെ വാക്യം. ചരനായൊരു സുഖൻ പോയനന്തരം ഘോരനാ രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണ മാതാവുതൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമേഴുത്തി യഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയല്ല നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളിൽ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളാ ദശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടി വെട്ടുന്നിതന്മഹം ചോരയും പെയ്യുന്ന ദുഷ്ണമാമെത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദ്രംഷ്ടാനിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാവുന്നു. ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു. രോഷാൽ നകുലങ്ങളോടു മൗവണ്ണമേ. പന്നഗജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം. കാലനയുണ്ടു കാണും ഇതെല്ലാടവും കാലമാപത്തിനുള്ളോ നിരുമയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിന് അത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി രാമപാതേ വച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊള്ളുക. അദ്വയന പരമാത്മാനമവ്യയം.
ശ്രീരാമപാദബോധം കൊണ്ടു സംസാര ഭാരതിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാ ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞത് കേവലം. പദ്യം നിനക്കിതു ചിന്തിക്കമാനസേ. സ്വാന്തനപൂർവം ദശമുഖനോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ, മാനവനായ കൃപണനാം രാമനെ മനസ്സേ മാനിപ്പതിനെന്തൊരു കാരണം. മക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാബിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതന്നോട് സാമപൂർവം പറഞ്ഞതു ഭവാൻ നിർണയം. നേരത്തു പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃത്തൻ ഭവാൻ അതിസ്നിഗ്ധനാമിത്രമെന്നുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമോ ദശവക്ത്രനും പ്രാസാദമൂർത്തിനി കരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകൾ20 വൃദ്ധനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താരത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചീടിനാൻ. മുഖ്യപ്രഗസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റീടുവിൻ കോട്ടയിൽ പുക്കടവച്ചത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. ജനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഹരി ശ്രീ ഗണപതായേ അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹേരേ മൃദംഗടക്കാപണവാനക ദാരുണ ഗോമുഖാദ്യങ്ങളും വാരണാശോഷ്ട്രകരികരി ശാർദൂല സൈരവസുന്ദര മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോമര മുൻകുരയഷ്ടി ശക്തി ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തവിദ്യാജപം യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടബ്ദികൾ ഉർവിയും തൽക്ഷണം ഉദ്ധൂതമായതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദ്രംശൻ തഥാ ദക്ഷിണ ദിക്കിലും ദുച്ഛവ്യനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കിടിനാൻ. മിത്രവർഗ മാതൃവിറ്റ ജനത്തോടും ഉത്തരദ്വാരി മുക്കാൻ ദശവക്രനും നീലനും സേനയും പൂർവദിഗോപുരേ ബാലിതനയനും ദക്ഷിണ ഗോപുരേ വായുതനയനും പശ്ചിമ ഗോപുരേ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണമിത്ര സംയുക്തനായി ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം. ലങ്കാപുരത്തെ
വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുകം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗുര പങ്ക്തികൾ പിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മൃഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ. നക്തഞ്ചരേന്ദ്രനും വാർത്തി മുഴുത്തു ദശാസനവസ്ഥകൾ പേർത്തുമറിയാറിവതിനായി അയച്ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൾക്കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാദ്രബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്വജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം ബുക്കാൻ. രാമശിരസും ധനുസുമിതെന്നുടൻ വാമാക്ഷി മുന്നിൽ അമർന്നു വെച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാകി വീണു കിടക്കും ദശാന്തരെ. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാനേരം. വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷം അകല കളകനി എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങിൽ ഒരു സംശയം കല്യാണദേവതേ. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. ഇത്തം സരമാസരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. മംഗലദേവത വല്ലഭാജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നില മാറുവെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലാകിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസ സേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ. ബാണവെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തം അധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുധനായോരു രാത്രീഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകുന്നു നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു പിടിച്ച നിശാചര വീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. പിന്നെ ആ പ്രാസാദവും തകർത്തിയിടിനാൻ. ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾ സുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും വലയും മരവും തരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കും നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും പിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരിഗങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിൻ അടുത്താതര രും വാരണനാദവും വാചികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴുങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂർന്നു
മാറ്റൊലിക്കൊണ്ടു തേജം വാരി മുമ്പാം നിരിമ്പരും കിന്നര കിംപുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരചാരണാദ്യന്തരക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിലാരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. തുങ്കനാമിന്ദ്രജിത്തേറ്റാനതു നേരം അങ്കദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി തന്നെ മേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജമ്മുമാലി നിശാചരൻ സാരിധി തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടും വിഭീഷണ വീരനും നീലൻ നികുംഭനോടേറ്റാൾ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനോടേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടും ദക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പൂക്കാൻ സുരാലയം വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ നാഗാസ്ത്രമേതു മോഹിപ്പിച്ചതൂപത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിരന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേലിച്ചു ചെന്നു ലങ്കാപുരേ തന്നെ മേവീടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ആഹാ വിഷാദീന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ സപ്തദ്യൂപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉൾക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ അബ്ധിതോയം ദ്യുധാഭിധ്വാസവക്ഷയം ഉഗ്ധോദുലോകത്രയോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്രനിമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ ഭക്തി പ്രിയൻ മുതാ പക്ഷിപ്രവരനു ബദ്ധസമ്മോദം അനുഗ്രഹം നൽകിനാൻ കൂപ്പി തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ട് പോയി മറഞ്ഞിടിനാൻ കാക്ഷ്യനും മുന്നേതിലും ബലവീര്യ വേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയും നെടുത്തെറിഞ്ഞിടിനാൻ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം തൂക്കിയിരിക്കുന്നതിൻ മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയും എന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവീനെന്തൊരു ഘോഷമീതെന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ വീരബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അലാദവും കൈക്കൊണ്ടു ഭിത്തിതന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുക ആണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാനെന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ യുദ്ധം അനുഗ്രഹം ചെയ്തയച്ചാനതി വൃദ്ധനാം ധൂമ്രാക്ഷനും
നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്നു, ദാരുണമായതു യുദ്ധവും എത്രയും. മേലസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരീഖ ഗദാദികൾ കൈക്കൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായി കവികളും തങ്ങളിൽ ഏറ്റവും പൊരുതു മരിച്ചതോട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുഗതയും എടുത്തുടൻ പാരിലാം മാറു ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചതു കോപവും. രാത്രിഞ്ചരരെയൊടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ ധീതയോടതിനാകുലമെന്നിയേ. പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ട് അമ്പർപുരത്തിങ്കലമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദ്രംശ്രൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ ജയിച്ചാഭിമാന കീർത്തിയാ വരികന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാധൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രശക്തിയാദികളേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ താരീയനും വജ്രദ്രംശ്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധൗ. വാളും പറിച്ചുടൻ വജ്രദ്രംശ്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. ഹരേ രാമ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം പശ്ചാൽ രാവണ കുംഭകർണ നിധനം ഹേതത്തി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാമ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമരാക്ഷസാന്തകം. ഹരേ രാമ ഹരേ കൃഷ്ണ. ഹരി സ്വാമി ശരണം. അങ്ങനെ ഇന്നത്തെ പാരായണം പൂർവാധികം ഭംഗിയായി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ഒരു പാരായണത്തിനെ ഭക്തി സാന്ദ്രമാക്കിയും അനുഗ്രഹപ്രദമാക്കിയും പന്തളത്ത് രാജപ്രതിനിധിയായ ശ്രീ പുണർദം തിരുനാൾ നാരായണവർമ്മ രാജ നമ്മളോടൊപ്പം തമ്പുരാനെത്തി ഇന്നത്തെ ദിവസം വളരെയധികം പവിത്രമാക്കി. സ്വാമി ശരണം. ഭഗവാന്റെ അനുഗ്രഹം അപ്പൊ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം. അങ്ങനെ ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ഭജനാവലിയാണ്. ആദ്യമായിട്ട് പമ്പ ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് ശ്രീകല മൈസൽ
സ്വാമി ശരണം. തൂയിലുണരൂ ഉണരൂ ഗണനാഥ നീ തുണയരുളൂ അശുഭങ്ങൾ പണിയും നീ തൃപ്പാദം. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. കളഭവദനമൻ ഇരുളും വഴികളിൽ കളഭവദനമൻ ഇരുളും വഴികളിൽ ചന്ദ്രകളഭ ശ്രീ ചീന്തി നീളെ തെളിഞ്ഞിടേണം. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. മഹിത പമ്പയിൽ കുളി കഴിഞ്ഞ നിൻ സവിധം പൂകി ഞാൻ സുപദം പൂകി ഞാൻ. മഹിത പമ്പയിൽ കുളി കഴിഞ്ഞ നിൻ സവിധം പൂകി ഞാൻ സുപദം പൂകി ഞാൻ. ഗിരിവരസുതജാത മുരഹര ഗണനാഥ. ഗിരിവരസുതജാത മുരഹര ഗണനാഥ. അല്പം കറുകയോടൊപ്പം കദളിയും ഒപ്പം മലരട കൊട്ടത്തേങ്ങയും അപ്പാദങ്ങളിൽ അർപ്പിച്ചടിയൻ കനിയോ ഗുഹസഹജാത. കനിയോ ഗുഹസഹജാത. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. മുകളിൽ മേവുമൻ സ്വാമിയെ തൊഴാൻ അടിയനൊരാഗ്രഹം തരിക നീ അനുഗ്രഹം. മുകളിൽ മേവുമൻ സ്വാമിയെ തൊഴാൻ അടിയനൊരാഗ്രഹം തരിക നീ അനുഗ്രഹം. നത ജനഹിതവരദ സുരഗണനുത പാദ. നത ജനഹിതവരദ സുരഗണനുത പാദ. വിഘ്നം മമപദ ഭക്തം വിരചിത രക്തം തവ പദ ഭക്തൻ അടിയനു പത്തും പിറകെയൊരെട്ടും പടവുകൾ കയറാൻ പരമരുളുക നീ. പടവുകൾ കയറാൻ പരമരുളുക നീ. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പ ഗണപതി മുമ്പിലിടും ഇവനേത്തം. കളഭവദനമൻ
ഇരുളും വഴികളിൽ കളഭവദനമേ, ഇരുളും വഴികളിൽ ചന്ദ്രകളഭ ശ്രീചീന്തി നീളെ തെളിഞ്ഞിടണം തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പാ ഗണപതി തുമ്പിലും ഇവനേത്തം തുമ്പിക്കരമതിലമ്പിൻ നിറകുടമേതും ശുഭപമ്പാ ഗണപതി മുമ്പിലിടും ഇവനേത്തം. സ്വാമി ശരണം. അടുത്താറ്. മനോഹരം, മനോഹരം, അതിസുന്ദരം. സ്വാമി ശരണം. ഹരേ കൃഷ്ണ. അടുത്തതായിട്ട് ഭക്തപരിപാലന ഗാനവുമായി രാജൻ ബാബുജി, ശ്രീ രാജൻ ബാബുജി, സ്വാഗതം. சுவாமி சரணம். ஆமே ஆடுகள் என்ன கேட்கறதா? எஸ் எஸ். ஓகே. சுவாமியே சரணமையப்பா. பக்த பரிபாலனிதோ பவனி வருகிறார், பந்தள ராஜகுமாரனிதோ பவனி வருகிறார். பக்த பரிபாலனிதோ பவனி வருகிறார், பந்தள ராஜகுமாரனிதோ பவனி வருகிறார். குறைகள் எல்லாம் போக்கிடவே பவனி வருகிறார், குறைகள் எல்லாம் போக்கிடவே பவனி வருகிறார். குளத்து புழைபாலனிதோ பவனி வருகிறார், பந்தள ராஜகுமாரனிதோ பவனி வருகிறார். சரணமையப்பா சுவாமி சரணமையப்பா, சரணமையப்பா சுவாமி சரணமையப்பா. அச்சங்கோயில் அரசனிதோ பவனி வருகிறார், அச்சங்கோயில் அரசனிதோ பவனி வருகிறார். அச்சமதை போக்கிடவே பவனி வருகிறார், நம் அச்சமதை போக்கிடவே பவனி வருகிறார். ஆரியங்காவையனிதோ பவனி வருகிறார், ஆரியங்காவையனிதோ பவனி வருகிறார். ஆனந்தமாய் நடனமாடி பவனி வருகிறார், நம் பந்தள ராஜகுமாரன் இதோ பவனி வருகிறார். சரணமையப்பா சுவாமி சரணமையப்பா, சரணமையப்பா சுவாமி சரணமையப்பா. வில்லும் கம்பும் கையில் ஏந்தி பவனி வருகிறார், வில்லாளி வீரனிதோ பவனி வருகிறார். வினைகள் எல்லாம் போக்கிடவே பவனி வருகிறார், வீரமணி கண்டனிதோ பவனி வருகிறார். பந்தள ராஜகுமார இதோ பவனி வருகிறார். சரணமையப்பா சுவாமி சரணமையப்பா, சரணமையப்பா சுவாமி சரணமையப்பா. சபரிகிரி வாசனிதோ பவனி வருகிறார், சபரிகிரி வாசனிதோ பவனி வருகிறார். திருவாபரணம் தாங்கி அங்கே பவனி வருகிறார், திருவாபரணம் தாங்கி அங்கே பவனி வருகிறார். சாந்தியதை பொழிந்திடவே பவனி வருகிறார், மன சாந்தியதை பொழிந்திடவே பவனி வருகிறார். சத்கதியை தந்திடவே பவனி வருகிறார், நம் பந்தள ராஜகுமார இதோ பவனி வருகிறார். சரணமையப்பா சுவாமி சரணமையப்பா, சரணமையப்பா சுவாமி சரணமையப்பா, சரணமையப்பா சுவாமி சரணமையப்பா, சரணமையப்பா சுவாமி சரணமையப்பா, சுவாமி சரணமையப்பா, சுவாமி சரணம் ஐயப்பா. സ്വാമി ശരണം. അടുത്തതായിട്ട് മഞ്ചമാതാ സ്തുതിയുമായിട്ട്, അതായത് മാളികപ്പുറത്തമ്മ
മഞ്ഞിലാടാൻ എഴുന്നള്ളുന്നു മാളികപ്പുറത്തമ്മ എന്ന സ്തുതിയുമായിട്ട് എത്തുന്നു ശ്രീ എൽ.എൻ. വേണുഗോപാൽജി. സ്വാഗതം. സ്വാമിയേ ശരണയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാ വന്നപൂർണേശ്വരിയേ ശരണയ്യപ്പ. മഞ്ഞിലാടാനെഴുന്നള്ളുന്നു മാളികപ്പുറത്തമ്മ ദേവി. മഞ്ഞിലാടാൻ എഴുന്നള്ളുന്നു മാളികപ്പുറത്തമ്മ ദേവി. മഞ്ഞിലാടാനെഴുന്നള്ളുന്നു മാളികപ്പുറത്തമ്മ ദേവി. മഞ്ഞിലാടാനെഴുന്നള്ളുന്നു മാളികപ്പുറത്തമ്മ ദേവി. മുന്നിലാടാനെഴുന്നള്ളുന്നു മാമലപ്പുറത്തമ്മ ദേവി. മുന്നിലാടാനെഴുന്നള്ളുന്നു മാമലപ്പുറത്തമ്മ ദേവി. മുന്നിലാടാനെഴുന്നള്ളുന്നു മാമലപ്പുറത്തമ്മ ദേവി. മുന്നിലാടാനെഴുന്നള്ളുന്നു മാമലപ്പുറത്തമ്മ ദേവി. അമ്മ ദേവി എഴുന്നള്ളുമ്പോൾ ആയിരത്തിരിത്താലമെടുക്കാൻ. അമ്മ ദേവി എഴുന്നള്ളുമ്പോൾ ആയിരത്തിരിത്താലമെടുക്കാൻ. അമ്മ ദേവി എഴുന്നള്ളുമ്പോൾ ആയിരത്തിരിത്താലമെടുക്കാൻ. അമ്മ ദേവി എഴുന്നള്ളുമ്പോൾ ആയിരത്തിരിത്താലമെടുക്കാൻ. കന്നിവാനിലെ താരങ്ങൾക്കും കതിരിട്ട് വരുന്നു മോഹം. 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 കളികാവിലെ പാലക്കൊമ്പിൽ കുളിരിട്ട് 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 വരുന്നു മോഹം. വനിലമ്മ എഴുന്നള്ളുമ്പോൾ വിരമത്തള താളമടിക്കാൻ. വനിലമ്മ എഴുന്നള്ളുമ്പോൾ വിരമത്തള താളമടിക്കാൻ. വനിലമ്മ എഴുന്നള്ളുമ്പോൾ വിരമത്തള താളമടിക്കാൻ. വനിലമ്മ എഴുന്നള്ളുമ്പോൾ വിരമത്തള താളമടിക്കാൻ. ഉലകിനമ്മ എഴുന്നള്ളുമ്പോൾ ഉടുക്കടിച്ച് പാട്ടുകൾ പാടാൻ. ഉലകിനമ്മ എഴുന്നള്ളുമ്പോൾ ഉടുക്കടിച്ച് പാട്ടുകൾ പാടാൻ. മോഹിനിയാൾ എഴുന്നള്ളുമ്പോൾ മണിശങ്കം നീട്ടി വിളിക്കാൻ. 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 കാറ്റിറങ്ങി മലയിൽ നിന്നും കാട്ടുചോലകളൊപ്പമിറങ്ങി. കാറ്റിറങ്ങി മലയിൽ നിന്നും കാട്ടുചോലകളൊപ്പമിറങ്ങി. കാറ്റിറങ്ങി മലയിൽ നിന്നും കാട്ടുചോലകളൊപ്പമിറങ്ങി. കാറ്റിറങ്ങി മലയിൽ നിന്നും കാട്ടുചോലകളൊപ്പമിറങ്ങി. കാളികങ്ങി മലയിൽ നിന്നും
കാട്ടുജോലകളൊപ്പമിറങ്ങി കാട്ടിറങ്ങി മലയിൽ നിന്നും കാട്ടുജോലകളൊപ്പമിറങ്ങി കാവുകേറി കരളിൽ കേറി കച്ചിലമ്പൊലി മേളം പൊങ്ങി കാട്ടിറങ്ങി കരളിൽ കേറി കച്ചിലമ്പൊലി മേളം പൊങ്ങി കാവുകേറി കരളിൽ കേറി കച്ചിലമ്പൊലി മേളം പൊങ്ങി കാവുകേറി കരളിൽ കേറി കച്ചിലമ്പൊലി മേളം പൊങ്ങി ആരു കാണാൻ ആരിഹ കാണാൻ അമ്മ ദേവി എഴുന്നള്ളത്ത് 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 പൊന്നുമക്കൾക്ക് അഭയം നൽകാൻ പരമേശ്വരി എഴുന്നള്ളത്ത് പൊന്നുമക്കൾക്ക് അഭയം നൽകാൻ പരമേശ്വരി എഴുന്നള്ളത്ത് പൊന്നുമക്കൾക്ക് അഭയം നൽകാൻ പരമേശ്വരി എഴുന്നള്ളത്ത് പൊന്നു നൽകാൻ പരമേശ്വരി എഴുന്നള്ളത്ത് പരമേശ്വരി എഴുന്നള്ളത്ത് പരമേശ്വരി എഴുന്നള്ളത്ത് പരമേശ്വരി എഴുന്നള്ളത്ത് സ്വാമിയേ ശരണമയ്യപ്പ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. അടുത്തതായിട്ട് മാരുതി രാജ ജയ ജയ മാരുതി രാജ ഹനുമൻ സ്തുതിയുമായിട്ട് ശ്രീമതി ശ്രീദേവി സുരേന്ദ്രൻ ജി, സ്വാഗതം. ഹരി ഓം ഹരി ഓം ഹരി ഓം. മാരുതി രാജ ജയ ജയ മാരുതി രാജ 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 ശ്രീരാമ ഭക്തദാസ മാരുതി രാജ ശ്രീരാമ ഭജന പ്രിയ മാരുതി രാജ മാരുതി രാജ ജയ ജയ മാരുതി രാജ മാരുതി രാജ ജയ ജയ മാരുതി രാജ സങ്കടമോചന മാരുതി രാജ മംഗളകാരിണി മാരുതി രാജ മാരുതി രാജ ജയ ജയ മാരുതി രാജ മാരുതി രാജ ജയ ജയ മാരുതി രാജ അഞ്ജനാ പുത്ര മാരുതി രാജ വാനവർ പൂജിത മാരുതി രാജ മാരുതി രാജ ജയ ജയ മാരുതി രാജ മാരുതി രാജ ജയ ജയ മാരുതി രാജ കേസരി നന്ദന മാരുതി രാജ വജ്രകായ ദേഹ മാരുതി രാജ മാരുതി രാജ ജയ ജയ 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 മാരുതി രാജ ജയ ജയ മാരുതി രാജ ജയ ജയ മാരുതി രാജ ജയ ജയ മാരുതി രാജ ആഞ്ജനേയ സ്വാമിക്ക് ജയ. സ്വാമിയേ സ്വാമി ശരണം. സ്വാമി ശരണം. അടുത്തതായിട്ട് രഘുപതി രാഘവ രാജാറാം ശ്രീരാമസ്തുതിയുമായി എത്തുന്നു ശ്രീമതി പുഷ്പലതാജി, സ്വാഗതം. ഹരിയോ ശ്രീരാമ രാമ രാം രഘുനന്ദനനെ ഘനശ്യാം ശ്രീരാമ രാമ രാം രഘുനന്ദനനെ ഘനശ്യാം രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം ശ്രീരാമ രാമ രാം രഘുനന്ദനനെ ഘനശ്യാം
ശ്രീരാം ജയ ജയ രാം ശ്രീരാം ജയ ജയ രാം ശ്രീരാം ജയ ജയ രാം രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം ശ്രീരാമ രാമ രാം രഘുനന്ദനനി ഘനശ്യാം ദശരഥ നന്ദന ശ്രീരാമ ദശരഥ നന്ദന ശ്രീരാമ അയോധ്യവാസ രഘുരാമ അയോധ്യവാസ രഘുരാമ കല്യാണ രാമ പരം രാമ കല്യാണ രാമ പരം രാമ പട്ടാഭിരാമ ശ്രീരാമ രാമ രാമ രാം രഘുനന്ദനനി ഘനശ്യാം ശ്രീരാം ജയ ജയ രാം ശ്രീരാം ജയ ജയ രാം ശ്രീരാം ജയ ജയ രാം രാമചന്ദ്രായ നമഃ. സ്വാമി ശരണം. അടുത്തതായിട്ട് ഹരിവരാസനം പാടുന്നത് ശ്രീമതി കൃതികാജി ആൻഡ് ഫാമിലി. സ്വാമി ശരണം. സ്വാഗതം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദരീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പ്രണയ സത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. തുരഗവാഹനം സുന്ദരാനനം വരദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ത്രിഭുവനാർജിതം ദേവരാത്മകം പ്രണയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം
ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാവഹം ഭാവുകാവഹം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യകാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ കളമൃഗസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാചിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രിതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം. ഇത്രയും ഭക്തി സാന്ദ്രമായിട്ട് ഈ ഹരിവരാസനം നമുക്കായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ ആചാര്യനായ ശ്രീ രാജശേഖരൻ നായർജി, മകൻ അനൂപ് നായർജി, കൃതിക നായർജി, മകൻ ആരവ് നായർ ആൻഡ് ഉർവര നായർ. എല്ലാവർക്കും സനാതന ധർമ്മം അങ്ങനെ കൊണ്ടുപോകുന്ന ഈ ഒരു ഭക്തിമയമായ ഈ ഫാമിലിയെ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം. സ്വാമി ശരണം. അങ്ങനെ ഇന്നത്തെ ഭജനാവലിയും പാരായണവും ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെ പറയാം. ശ്രീ ഗിരീഷ് നായർജിയെ ക്ഷണിക്കുന്നു. അതിനു മുമ്പായിട്ട് തന്നെ ഇതിന്റെ ഈ നമുക്ക് ഇത്രയും നല്ല ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാനായിട്ട് 6 വർഷമായിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ഇതിന്റെ ഭാരവാഹികളായ ശ്രീ ഗിരീഷ് നായർജി, നാഷണൽ ജോയിന്റ് സെക്രട്ടറി ആൻഡ് അഡ്വൈസർ. സ്വാഗതം ഗിരീഷ് നായർജി. അതുപോലെ തന്നെ നാഷണൽ ട്രഷററായ ശ്രീ പ്രകാശ് പൈജി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം പ്രകാശ് ജി. स्वामी शरणम. स्वागतम. बहुत अच्छा था यार. स्वामी शरणम. रियली एंजॉयड. तो नेचुरल आइसक्रीम फ्रूट सैलेड खाया जैसा पूरा मिक्स आज बहुत अच्छा था. स्वामी शरणम. जय श्री राम. സ്വാമി ശരണം. അതേപോലെ തന്നെ നമ്മുടെ സാസ് കൊങ്കൺ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് നായർജി, അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഇതിന്റെ IT വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ശ്രീ സുന്ദർലിംഗം നാടാർജി ആൻഡ് വൈദ്യനാഥൻ ജി, എന്തിന്റെ പുള്ളിയുടെ ഓക്കെ, ശ്രീ അഡ്വക്കേറ്റ് കുമാർ വൈദ്യനാഥൻ ജി, ജനറൽ സെക്രട്ടറി സാസ് കൊങ്കൺ, ശ്രീ അജയ് കുമാർ പണിക്കർ ജി, സാസ് വസായി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ, ശ്രീ സദാശിവൻ പിള്ളൈജി, സാസ് വിക്രോളി അയ്യപ്പ സേവക് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ, ശ്രീ രാജശേഖരൻ നായർജി, ആചാര്യൻ
ആൻഡ് മിസ് ശ്രേയ നായർജി, ബ്രാൻഡിംഗ് സപ്പോർട്ട്. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെയധികം ഭംഗിയായിട്ട് നടത്താനായിട്ട് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സാസ് കൊങ്കൺ പ്രാന്തിന്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്വാമി ശരണം. ഇനി ശ്രീ ഗിരീഷ് നായർജി, നമ്മുടെ നാഷണൽ ജോയിന്റ് സെക്രട്ടറി ആൻഡ് പ്രോഗ്രാം അഡ്വൈസർ, അദ്ദേഹത്തെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സ്വാഗതം ഗിരീഷ് നായർജി. സ്വാമിയെ ശരണയ്യപ്പ. ഈ ഹരിദാസൻ അതിന്റെ മംഗളം കൂടി ചൊല്ലിക്കോട്ടെ. മംഗളം 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 ചൊല്ലിക്കോട്ടെ. ചൊല്ലിക്കോട്ടെ. ശ്രീരാമ മംഗളം.
സ്വാമി ശരണം.